ആദ്യം ഈ കാലെടുത്ത് ഇവിടെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ നേരെ എന്നിട്ട് ലെഫ്റ്റിലെ കാലെടുത്ത് വെക്കണം. റൈറ്റ് അല്ലേ? ലെഫ്റ്റിലെ കാലെടുത്ത് വെക്കണം. എന്നിട്ട് ലെഫ്റ്റിലെ കാലെടുത്ത് വെക്കണം. ഒരു ആട്ടം ഇല്ലേ നമുക്ക് നടക്കുമ്പോ? അങ്ങനെ ഇങ്ങനെ ആട്ടത്തോടെ നടക്കണം. ഇനി ഒന്ന് നടന്ന് കാണിച്ചേ. ഇങ്ങനല്ല, നടത്തം ഇങ്ങനല്ല. നടത്തത്തിൽ മാത്രമല്ല, ചിരിയിലും അല്പം കാര്യമുണ്ട്. എങ്ങോട്ടാ നടന്നു പോകുന്നേ? കഴിഞ്ഞ ആഴ്ച ഡൽഹി പോയില്ലേ, അതിന്റെ സമ്മാനമായിരിക്കുന്നത്. എന്ത് നടത്തത്തിന്റെ പേര്? കാറ്റ് വാക്ക്. നേട്ടമായത് 2 പ്രത്യേകതകളാണ്. നടന്നു 4ാം ക്ലാസ്സുകാരി ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഡിസൈനർ ഷോ വരെ എത്തി. ഇനിയും ഏറെ ദൂരം ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാനുണ്ടെന്ന് കുട്ടിത്താരം. വേദിയിലോട്ട് അവസരം കിട്ടാൻ വേണ്ടി ചേച്ചിയാണ് എന്നെ ഇതിനൊക്കെ ചെയ്യിപ്പിച്ചത്. ചിരിയിലൊക്കെ ശ്രദ്ധ കൂടുതൽ ആവണം. കിരീടമൊക്കെ വാങ്ങിച്ചിട്ട് ഒത്തിരി വേദിയിൽ മത്സരിക്കണം. പുതിയ വഴിയിലെ സാധ്യതകൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നതിൽ മകളെ ഓർത്ത് അമ്മയ്ക്കും കുടുംബത്തിനും അഭിമാനമാണ്. എങ്കിലും അമ്മയുടെ മനസ്സിൽ ഒരല്പം നഷ്ടബോധവുമുണ്ട്. ആ കാലത്ത് കിട്ടിയായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു എന്ന് ആഗ്രഹിച്ചു. ഇങ്ങനെ ഒരു അവസരം അവളെ കൂടെ കിട്ടിയല്ലോ. ദൃശ്യ എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് ഇതിൻ്റെ മെയിൻ ആൾ. എറിക്സ് കൾട്ടിവേറ്റ് സ്റ്റുഡിയോയുടെ CEO. അപ്പം പുള്ളിക്കാരി ഞങ്ങൾ ഇതിനകത്ത് പ്രോത്സാഹിപ്പിച്ച് ഡൽഹി വരെ എത്തിച്ചു. ആത്മവിശ്വാസം നിറഞ്ഞ റാമ്പ് വാക്കും മനോഹരമായ പുഞ്ചിരിയുമാണ് ഏഞ്ചലിൻ്റെ വിജയത്തിന് പിന്നിലെ കരുത്ത്. അർപ്പണബോധവും കൃത്യമായ പരിശീലനവും ഉണ്ടെങ്കിൽ ആർക്കും നന്നായി നടന്ന് സമ്മാനങ്ങൾ നേടാമെന്ന് ഏഞ്ചലിൻ. എല്ലാവരും ഇതുപോലെ പങ്കെടുക്കണമെന്ന് ഞാൻ പറയുന്നു. എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. നിലവിൽ എറണാകുളത്തെ എറിക്സ് കൾട്ടിവേറ്റ് സ്റ്റുഡിയോയുടെ ഒഫീഷ്യൽ മോഡൽ കൂടിയാണ് ഈ വിദ്യാർത്ഥിനി. ഞാനെന്തായാലും നടക്കാനുള്ള എൻ്റെ ശ്രമം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഓരോ നോട്ടവും നടത്തവും ചിരിയും അടിമുടി കലയാണ്. ആ കലയിലൂടെ ആഗ്രഹത്തിലേക്ക്, സ്വപ്നത്തിലേക്ക് ഒരു 4ാം ക്ലാസ്സുകാരി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.